അർഹിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനെ സ്തുതി. അർഹിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ
സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ തരിക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ തരിക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനെ സ്തുതി. അർഹിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. Hallelujah, 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 hallelujah. ഈ കുടുംബത്തെ കർത്താവിന്റെ ഓണം സൂക്ഷിച്ച് സ്നേഹിച്ച് വന്നിടത്തിലായി കുടുംബത്തെയും കുഞ്ഞുങ്ങളെല്ലാം പരിപാലിച്ചതിനായി ചൂലിയാട് ജനനം മുതൽ ജോലി കാത്തു പരിപാലിച്ചതിനായി ഒരു വിവാഹ നിശ്ചയത്തിന് നാളിലേക്ക് കർത്താവ് കുട്ടിവെക്കുന്നതിനായി
വിവാഹ നിശ്ചയത്തിനായി പോകുന്നു. രാത്രിയിൽ നീതി സൂക്ഷിക്കണം. അവിടെ ചെന്നും ഇതിന്റെ കരം വരുന്ന പ്രിയപ്പെട്ടവരെ കൃപയിൽ സൂക്ഷിക്കേണ്ടവരായി എല്ലാം നൽകി കൊടുത്തു കർത്താവെ ദൈവത്തിലുള്ള സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിതത്തെ ധന്യമാക്കുവാൻ മക്കൾക്ക് ദൈവം കൊടുത്ത കൃപകൾക്കായി സ്വർഗനായി മോളമാമിക്കായി കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾ കൊടുത്തിരിക്കുന്ന ദൈവിക അനുഭവങ്ങൾക്കായി ഭൗതിക നന്മകൾക്കായെല്ലാമായ അങ്ങയെ വാഴ്ത്തുന്നു. ഇതുവരെ ദൈവർക്ക് നന്മയുമായി ദൈവത്തിന്റെ കരുണയൊന്നും ആവശ്യമായ ദൈവത്തിന്റെ കൃപയും ഞാനും എല്ലാം ദൈവത്തിന്റെ കൊടുത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇനിയും കൃപയിൽ സൂക്ഷിക്കണമേ കടന്നു വരുവാൻ സഹായിക്കണം. വിധമായ ആപത്ത് അനർത്ഥങ്ങൾ എല്ലാവരെയും വിടുവിക്കണം. ഓരോ വാഹനങ്ങളെയും ദൈവം സൂക്ഷിക്കണമേ കർത്താവേ. സ്തോത്രവരനെ കൂട്ടരെയെല്ലാം തക്ക സമയത്ത് തന്നെ കൊണ്ടുവരണമേ. ഇരു കുടുംബങ്ങൾക്ക് വിവാഹം എല്ലാവിധത്തിലും അനുഗ്രഹവും സമാധാനവും ആശ്വാസമായി തീരുവാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാം ഭവനത്തിലുള്ള ഓരോരുത്തരെയും പ്രാർത്ഥനയും അമ്മച്ചി അനുഗ്രഹിക്കുന്നു. ഇതിന് മക്കളെ അവരുടെ കുടുംബങ്ങളെ എല്ലാം പേരുപരായി ദൈവം അനുഗ്രഹിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ അനുഗ്രഹിച്ച് നടത്തി അനുഗ്രഹിച്ച് ദൈവത്തെ സൂക്ഷിച്ച് കർത്താവ് വിവാഹ നിശ്ചയം എല്ലാ വിധത്തിലും അനുഗ്രഹം ദൈവത്തെ സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, അങ്ങയെ വാഴ്ത്തുന്നു. ഇന്നയോളം ഈ ഭവനത്തിൽ അത്ഭുതകരമായി നടത്തിയായി പ്രാർത്ഥിക്കുന്നു. ധനമായി കൊടുത്ത മക്കൾക്ക് കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ജീവനായ കുടുംബത്തിനായി കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം ചെയ്ത എല്ലാ നന്മകൾക്കായി സ്വത്രം കർത്താവേ. ജൂലിയായുടെ വിവാഹ നിശ്ചയത്തിലെ നാളിലേക്ക് നിൽക്കുന്നതിനായി ഇന്ന് പകൽക്കാലമുള്ള വിവാഹ ശുശ്രൂഷയുടെ നിശ്ചയമെല്ലാം അനുഗ്രഹമാക്കപ്പെട്ടതിനായി പ്രാർത്ഥിക്കുന്ന സ്വത്രം. തുമ്പോളം വരുന്ന പ്രിയപ്പെട്ടവരുടെ യാത്രയെ സൂക്ഷിക്കണമേ സ്വത്രം. ജോലിക്ക് വേണ്ട എല്ലാ ദൈവിക നന്മകളെ കുടുംബങ്ങളെ സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കുകയും കർത്താവേ സ്തോത്രം. ഇന്നുള്ള വിവാഹ നിശ്ചയമെല്ലാം കർത്താവ് നടത്തി അനുഗ്രഹമാക്കപ്പെട്ട മഹത്വം കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപകളെ കൊടുത്ത് നന്മകളെ കൊടുത്ത് സ്ഥിരമായി സൂക്ഷിച്ച് അനുഗ്രഹിക്കും. സകല വിശുദ്ധന്മാരോട് തുടർന്നുള്ള വിവാഹ നിശ്ചയത്തിൽ ഉണ്ടായിരിക്കുമാറാകും. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ
ഇരുവശത്തു നിന്നുള്ളവർ വന്നു ചേർന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എഴുതി പ്രാർത്ഥിക്കാം. വന്ദനം വിശുദ്ധാരാ നീനക്കെന്നും വന്ദനം വിശുദ്ധാരാ വന്ദനം വിശുദ്ധാരാ നീനക്കെന്നും വന്ദനം വിശുദ്ധാരാ വന്ദനം ചെയ്യുന്നു നിന്നറിയാതെയും വന്ദനം ചെയ്യുന്നു നിന്നറിയാതെയും ഇത് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അതിൻ്റെതായ അനുഗ്രഹങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന എല്ലാവർക്കും ലഭിക്കും. എല്ലാ കാര്യങ്ങളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന് വീണ്ടും മഹത്വം കൊടുത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വിശേഷിച്ച് ഈ വിവാഹ ഉറപ്പിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മഹിമയോടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ വിവാഹ ഉറപ്പിൽ സംബന്ധിക്കേണ്ടതിന് ചിങ്ങവനത്തുനിന്നും ആനന്ദപ്പള്ളിയിൽ നിന്നും പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സൗഖ്യത്തോടെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. സ്വർഗീയമായി നിഴലായി നടക്കുന്ന ഈ വിവാഹ ഉറപ്പ് എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയ വർധനയ്ക്ക് ഒരു കാരണമായി തീരട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് നടക്കുന്നതായ ഈ വിവാഹുറപ്പ് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടത്തപ്പെടണം. ഈ ബന്ധം ഇരു കുടുംബങ്ങൾക്കും വലിയൊരു അനുഗ്രഹമായി തീരണം. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇവർക്ക് ഇത് ആത്മീയ വർധനയ്ക്കും ദൈവരാജ്യത്തിന് ഒരുങ്ങുന്നതിനും കാരണമായി തീരണം. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. എല്ലാവരും ദൈവരാജ്യത്തെക്കുറിച്ച് ദർശനമുള്ളവരായി കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുന്നവരുടെയായി തീരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വിവാഹ ഉറപ്പിനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ നല്ല മക്കളെ,
ദൈവം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കണം. അവരെ അതിനായി ദൈവം പ്രാപ്തരാക്കണം. തുടർന്നുള്ള ജീവിതത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം സകല വിധത്തിലും മഹത്വപ്പെടണം. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായി പകൽവേളയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്ന കർത്താവേ, ഒരിക്കൽ കൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനായി അന്ന് ഞങ്ങളെ ഹോളിലേക്ക് കൂട്ടി വരുത്തിയ കൃപകൾക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിലായിരിക്കുന്നതിന്റെ ഉദ്ദേശവും അങ്ങ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് കർത്താവേ, വിവാഹാനിശ്ചയത്തിലേക്ക് പ്രവേശിക്കുന്നതായ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജസ്റ്റിനായി പ്രാർത്ഥിക്കുന്നു, ജോലിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ജനന സമയം മുതൽ ഈ സമയം വരെയും അങ്ങ് ആലോചനയിൽ വലിയവനായി പ്രവൃത്തിയിൽ ശക്തിമാനായ ദൈവമായി തന്റെ കുഞ്ഞുങ്ങളോട് കൂടെ കർത്താവ് ഇരുന്നതിനായി സ്തോത്രം. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ വിശുദ്ധന്മാരോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് മനോഹരമായ ജീവിതം കാഴ്ചവെക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. എന്നാൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിവാഹം ആവശ്യമായിരുന്നു. അതിന്റെ ആലോചനയുമായി സംബന്ധിച്ച ഈ ഹോളിൽ കൂടി വന്നിരിക്കുന്നു. അങ്ങ് ആലോചനയിൽ വലിയവനാകൊണ്ട് കർത്താവെ, ഈ ആലോചന ഉറപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മധ്യയുള്ളതിനാൽ ഞങ്ങൾ വാഴ്ത്തുന്നു. അതിനായി വിശുദ്ധന്മാരെ ദൈവം അധികാരപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഇരു കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ബന്ധുമിത്രാദികൾ, ചർച്ചക്കാരുടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിന് പിന്നിൽ പരമപ്രധാനമായ ഒരു ആത്മീയ സത്യമുണ്ടല്ലോ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ആത്മമണവാളനായി തേജസ്സ് വെളിപ്പെടുമ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്ന വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന തന്റെ തിരുസഭയെ ചേർക്കുവാൻ വേഗത്തിൽ വെളിപ്പെടുന്ന കാലം ഏറ്റവും അടുത്തിരിക്കുകയാൽ ആ നല്ല നാളേക്കായി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ഏവരെയും കർത്താവ് ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും വന്നു ചേരുവാനുള്ള എല്ലാവരെയും എത്രയും വേഗം കൊണ്ടുവരണമേ. ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിച്ച് എല്ലാ മാനമുഖത്വം അങ്ങെടുത്താലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ ഈ വിവാഹത്തെ ശുശ്രൂഷ പ്രാർത്ഥിച്ച് നമ്മൾ ആരംഭിച്ചു. വധുവിൻ്റെ ഭാഗത്തിൽ നിന്നും ചുമതലപ്പെട്ടവർ വിളിച്ചു വരുത്തിയ ഉദ്ദേശം പൊതുസഭയെ അറിയിക്കുവാനായിട്ട് ചുമതലപ്പെട്ടവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈ വിവാഹ നിശ്ചയമായിട്ടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ വിളിച്ചു വരുത്തിയ ഉദ്ദേശം ഇപ്പോൾ പൊതുസഭയോട് അറിയിക്കുവാൻ ചുമതലപ്പെട്ടവർ സ്റ്റേജിലേക്ക് വരും. കുട്ടിയുടെ ഉദ്ദേശം അറിയുവാൻ ആഗ്രഹിക്കുന്നു. കോട്ടയം താലൂക്കിൽ കോട്ടയം ജില്ലയിൽ പരുത്തിക്കാട് പഞ്ചായത്തിൽ 11-ാം വാർഡിൽ കൊച്ചുവരമ്പിൽ വീട്ടിൽ ശ്രീമാൻ കൊച്ചുമോൻ്റെയും കൊച്ചുമോൻ്റെയൊക്കെയുടെയും ശ്രീമതി ഏലിയാമ്മ കൊച്ചുമോൻ്റെയും മകൾ ചിമയോനം TPM സഭാംഗവുമായ യൂലിയ കെ കൊച്ചുമോനും കണ്ണൂർ താലൂക്കിൽ പത്തനംതിട്ട ജില്ലയിൽ തുമ്പമൺ പഞ്ചായത്തിൽ കീഴ്ക്കുഴി POയും വടക്കേ കളംവീട്ടിൽ ശ്രീമാൻ ദിലീപ് ജോർജിൻ്റെയും ശ്രീമതി ജോയ്സ് ദിലീപിൻ്റെയും മകൻ TPM ആനന്ദപ്പള്ളി സഭാംഗവുമായ ജസ്റ്റിൻ ദിലീപ് ജോർജും തമ്മിലുള്ള ഒരു വിവാഹ ആലോചന ദൈവപ്രകാരം വന്നു. വിശുദ്ധന്മാരോട് ആലോചിച്ച് ഇരുഭവനകാരും മണ്ഡപത്തിലൂടെ ആലോചിച്ചു. എന്നെക്കുറിച്ചൊരു ധാരണയായിട്ട് അതിനെക്കുറിച്ചൊരു ഉറപ്പെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ആനന്ദപ്പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് പെൺകുട്ടിയെ കാണുന്ന ആഗ്രഹം കാണും. അതുകൊണ്ട് പെൺകുട്ടിയും മാതാപിതാക്കളും സ്റ്റേജിലേക്ക് വരാം. ഇതാണ് നമ്മുടെ
വധു ജൂലിയ കെ കൊച്ചുമോൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാനുള്ള അവസരമുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് കസാരയിലിരിക്കാം. ഇപ്പോൾ യൂത്ത് ജസ്റ്റിൻ ദിലീപ് ജോർജ് സ്റ്റേജിലേക്ക് മാതാപിതാക്കളുമായിട്ട് വരാം. സ്തോത്രം. ഇതാണ് നമ്മുടെ നിയുക്തവരൻ ജസ്റ്റിൻ ദിലീപ് ജോർജ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുവാനുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരമുണ്ട്. സ്തോത്രം. കസാരയിലേക്ക്. ഇപ്പോൾ വരൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതായ ചുമതലപ്പെട്ടവർ ഈ വിവാഹം എന്നാണ്, എവിടെ വെച്ചാണ് നടത്തപ്പെടേണ്ടതെന്ന് പൊതുസഭയെ അറിയിക്കുവാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വരൻ്റെ ഭാഗത്തു നിന്ന് ചുമതലപ്പെട്ടവർ സ്റ്റേജിൽ വരാം. ദൈവത്തിൻ്റെ മഹത്വം. ഈ വിവാഹം ദൈവഹിതമായാൽ 2026 മെയ് മാസം 4-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 ആനന്ദപ്പള്ളി TP സഭാ ഹാളിൽ വെച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. സമ്മതമാണ്. ഈ പറഞ്ഞ ഡേറ്റ് ശരി. ഈ പ്രിയപ്പെട്ടവർ പൊതുസഭയെ അറിയിച്ചതനുസരിച്ച് ഇപ്പോൾ കുറി ക്രമീകരിച്ചത് വാങ്ങിക്കുകയാണ്. ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞാൽ വരണം, നിയുക്തവരവും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ 2 സഭയുടെ പ്രതിനിധികളും ഒപ്പിടുവാനായിട്ട് സ്റ്റേജിലേക്ക്. ദൈവത്തിന് സ്തോത്രം. പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ തുമ്പമൺ പഞ്ചായത്തിൽ കീരികുഴി POയിൽ വടക്കേക്കളിക്കൽ വീട്ടിൽ ബ്രദർ ദിലീപ് ജോർജിൻ്റെയും സിസ്റ്റർ ജോയ്സ് ജോർജിൻ്റെയും ആനന്ദപ്പള്ളി ദിബന്ധകോസ് മിഷൻ സഭാവിശ്വാസിയുമായ ജസ്റ്റിൻ ദിലീപ് ജോർജും കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ പനച്ചിക്കാട് ജില്ലയിൽ കുഴിമറ്റം POയിൽ കൊച്ചുപറമ്പിൽ വീട്ടിൽ KK കൊച്ചുമോൻ്റെയും സിസ്റ്റർ ഏരിയാമ്മ കൊച്ചുമോൻ്റെയും മകളും ചിങ്ങവനം ദിബന്ധകോസ് മിഷൻ സഭാവിശ്വാസിയുമായ ജൂലി K കൊച്ചുമോനും തമ്മിലുള്ള വിവാഹം ദൈവേഷ്ടമായ 2026 ആണ്ട് മെയ് മാസം 4-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് ആനന്ദപ്പള്ളി ദിബന്ധകോസ് മിഷൻ സഭാഹാളിൽ വെച്ച് നടത്തുവാൻ ഇരുസഭയും വേണ്ടപ്പെട്ടവരും ചേർന്ന് ആലോചിച്ച് കർത്താവിൽ തീരുമാനിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഭേദഗതി ഉണ്ടെങ്കിൽ അറിയിക്കാം. ഇല്ല എങ്കിൽ നിയുക്തവരൻ ജസ്റ്റിൻ ദിലീപ് ജോർജ് ജൂലിയ കെ കൊച്ചുമോൻ ഇപ്പോൾ ഈ കുറിയിൽ ഉൾപ്പെടാനായിട്ട് ശ്രമിക്കുന്നു.
സ്തോത്രം. കുറി കൈമാറാനുള്ളവർ സ്റ്റേജിലേക്ക് കടന്നു വരിക. ഇതുവഴി മാത്രം ഇപ്പോൾ പത്തനംതിട്ടയിലും അത് തന്നെയാണ്. ഒന്നും പറയാം. മുൻകൂറുവാക്കി പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹോർപ്പിക്കൽ സംബന്ധമായി ഇവിടെ കടന്നു വന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ കുറിയിൽ എഴുതപ്പെട്ടതുപോലെ മെയ് മാസം 4-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ആനന്ദപ്പള്ളിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവാഹ ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. കുഞ്ഞുങ്ങളുടെ ജീവിതം ഭാവി ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കതുപോലെ ഞങ്ങളുടെ പൂർവികമായ മാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവം സ്വർഗം തുറന്ന് ആത്മീകമായി, ഭൗമികമായി, ശാരീരികമായി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതം 2 കുടുംബങ്ങൾക്കും സഭയ്ക്കും ദേശത്തിനും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. എത്രത്തോളം ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർത്തല്ലോ, ഇനി ശേഷിക്കുന്ന കാര്യങ്ങൾ ദൈവം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. 2 കുടുംബങ്ങളെയും പുറപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ വിശുദ്ധീകരിച്ച് വരവിനായി ഒരുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. വിവാഹ നിശ്ചയരേഖ കൊടുക്കട്ടെ. കുരി വാങ്ങട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വീണ്ടുവരുന്നവനായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിവാഹ നിശ്ചയത്തെ സംബന്ധിച്ചും വിവാഹത്തെ സംബന്ധിച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഇന്ന് മനുഷ്യ ജീവിതത്തിലുള്ളത്. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഇതിനെ സംബന്ധിച്ചും വ്യത്യസ്തമായ അറിവായിരിക്കും നമുക്കുള്ളത്. എന്നാൽ ക്രിസ്തീയ വിവാഹത്തെ സംബന്ധിച്ചും വിവാഹ നിശ്ചയത്തെ സംബന്ധിച്ചും വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ആത്മീകമായ സത്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിവാഹവേദികളിലൊക്കെയും അത് നമുക്ക് ശ്രമിക്കുവാനായിട്ട് സാധിക്കും. എന്താണ് വിവാഹ നിശ്ചയം? എന്താണ് വിവാഹ ജീവിതം? വിവാഹത്തിന് മുന്നോടിയായിട്ട് ഈ പ്രിയപ്പെട്ടവരെ തമ്മിൽ അല്ലെങ്കിൽ വിവാഹിതരായി തീരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആലോചിച്ച് ഉറപ്പിക്കുന്നതായ ഒരു ശുശ്രൂഷയാണ് വിവാഹ നിശ്ചയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇത് തിരുവെഴുത്തിൽ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സത്യം കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. ക്രിസ്തു എന്നതായ ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് ക്രിസ്തുവായിട്ടുള്ള ഒരു ബന്ധത്തിൽ ദൈവത്തിൻ്റെ സഭ അല്ലെങ്കിൽ മണവാട്ടിയെ വിവാഹ നിശ്ചയത്തിനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഒരു വിവാഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തിരുസഭയെ മണവാട്ടിയെ ചേർക്കുവാൻ മടങ്ങി വരും എന്നതായ യാഥാർത്ഥ്യം വേദപുസ്തകത്തിൽ നമുക്ക് വായിച്ച് പഠിക്കുവാൻ സാധിക്കും. ഉൽപ്പത്തി മുതൽ വായിച്ച് പഠിക്കുമ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ചതായ മറഞ്ഞു കിടക്കുന്നതായ ഒരു സത്യം നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം തുടങ്ങി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും സ്ത്രീയുടെ സന്തതി എന്ന് ക്രിസ്തുവിനെ അവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച ആത്മീകമായ സത്യം അഥവാ
നഷ്ടപ്പെട്ടതായി, ദൈവത്തിൽ നിന്ന് അകന്നുപോയതായി മനുഷ്യനെ വീണ്ടും ഉദ്ധരിക്കുവാനായിട്ട് ക്രിസ്തു ലോകത്തിൽ വെളിപ്പെടും എന്നുള്ളത് ഈ ബൈബിളിലെ സത്യം വ്യക്തമാക്കുകയാണ്. മനുഷ്യ ജീവിതം ഒരു വിവാഹം കൊണ്ടോ അല്ലെങ്കിൽ വിവാഹ ജീവിതം കൊണ്ടോ അതുകൊണ്ട് അവസാനിക്കുന്നതായി ഒന്നല്ല. അതിനപ്പുറമായിട്ട് ദൈവത്തോട് ഒരു ദീർഘമായ ബന്ധത്തിൽ ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടതാണ് മനുഷ്യൻ. അതാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ച് പഠിക്കുമ്പോൾ ആ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതായ വിവാഹം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, മരണത്താൽ അല്ലാതെ നാം തമ്മിൽ വേർപിരിയുകയില്ല എന്ന് ഒരു സത്യവും അവർ ചെയ്തുകൊണ്ട്, ഉഭയസമ്മതം ചെയ്തുകൊണ്ടാണ് വിവാഹ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം മരണമില്ലാത്തവനാകുന്നത് കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നതായ മനുഷ്യന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെടുമ്പോൾ ആ ആത്മാവ് വീണ്ടെടുക്കപ്പെടുന്നതായ വ്യക്തികൾ അഥവാ അവർക്കൊരു നിത്യതയുണ്ട്. അവരാണ് ക്രിസ്തുവിനോടുകൂടി നിത്യമായി ആയിരിക്കുവാനുള്ള യോഗ്യത പ്രാപിക്കേണ്ടതിനാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ രക്ഷിക്കപ്പെടണമെന്നും മാനസാന്തരപ്പെടണമെന്നും ജലസ്നാനം സ്വീകരിക്കണമെന്നും അഭിഷേകം പ്രാപിക്കണമെന്നും ദൈവസഭയോടുള്ളതായ യഥാർത്ഥ കൂട്ടായ്മ ആചരിക്കണം എന്നൊക്കെ തിരുവെഴുത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതിനെ സംബന്ധിച്ചല്ല ഞാൻ ഇന്ന് പകൽക്കാലം അത് തിരുവെഴുത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടും. ഞാനിവിടെ കയറി വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ചിന്തയിലേക്ക് ദൈവം തന്നതായ ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. 16-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നതായ പ്രധാനപ്പെട്ടതായ ഒരു വിഷയം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. ജീവിതം എന്ന് പറയുന്നത് പല പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. ഇങ്ങനെ ഒരു വേദിയായിരിക്കില്ല മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. വിവാഹിതരായി തീരുന്നതായ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടവരുണ്ട്, വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിവാഹം എന്ന് പറയുമ്പോൾ അത് രണ്ട് വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജീവിച്ചതായ പ്രിയപ്പെട്ടവർ അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, അവർ പെന്തക്കോസ്തുകാരാണെങ്കിലും കൊള്ളാം, ഏത് വിഭാഗത്തിലുള്ളവരാണെങ്കിലും കൊള്ളാം, ദൈവത്തിന് സ്തോത്രം, അകലെ താമസിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലതരത്തിലുള്ളതായ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് കുടുംബജീവിതം ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഒരു കെട്ടിടം പണിയണമെങ്കിൽ അതിന് അടിസ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ ഇന്ന് മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ളവരും ദൈവത്തെ അറിഞ്ഞവരും ആത്മീയ കൂട്ടായ്മയിലുള്ളവരും പ്രധാനപ്പെട്ടതായ ചില വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തെ പോലും മറന്നുപോകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ദൈവമക്കളോട് അല്ലെങ്കിൽ ദൈവസഭയിൽ വിശ്വാസികളായി ദൈവത്തെ അംഗീകരിച്ച് ജീവിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, വിവാഹ വേദികളും വിവാഹ കാര്യങ്ങൾ വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വചനം ഉപദേശം വിട്ടിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിനും ഭൗമിക ജീവിതത്തിനും അത് അനുഗ്രഹത്തിന് തടസ്സമാണെന്ന് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. നാം ഉൾപ്പെട്ട് നിൽക്കുന്നതായ സഭയ്ക്ക് ഒരു വ്യവസ്ഥയുണ്ട്, അതിലൊരു ആത്മീകമായിട്ടുള്ളതായ അനുഗ്രഹമുണ്ട്. അത് ഒരിക്കലും ആരും മറന്നു പോകരുത്. രണ്ടാമതായിട്ട് നാം ചിന്തിക്കേണ്ടതായ വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിനെ കൂടാതെ ഒരു ജീവിതം ചെയ്താൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കത്തില്ല. ഏതൊരു ആത്മീയ കാര്യത്തിലും ഭൗമിക കാര്യത്തിലും ഒന്നാമത് നാം മുൻതൂക്കം കൊടുക്കേണ്ടത് ക്രിസ്തുവിനാണ്, അഥവാ ദൈവത്തിനാണ്. അതുകൊണ്ടാണ് രണ്ട് തരത്തിലുള്ളതായ പണിയെ സംബന്ധിച്ച് മത്തായി സുവിശേഷം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുകയുണ്ടായി, ദൈവത്തിന് സ്തോത്രം, പാറയിൽ വീട് പണിയുന്നതായി ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ച്, മറ്റൊന്ന് മണലിൽ വീട് പണിയുകയാണ്. പണി വളരെ വേഗത്തിൽ നടക്കുന്നു, എല്ലാവരും പ്രശംസിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇന്നത്തേതായ ജീവിത സംവിധാനം എന്ന് പറയുന്നത്, ഇന്നത്തേതായ ലോകത്തിന്റെ പോക്ക് എന്ന് പറയുന്നത് വളരെ വേഗതയിലുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം, എല്ലാം ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇവിടെ നാം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പാറമേൽ അടിസ്ഥാനമിടുന്നതായ
ബുദ്ധിയുള്ളതായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് അവിടെ കാണാം. എന്താണ് ഈ അടിസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അല്പം താമസം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ളതായ കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇത് ചെയ്യണം, ഇത് ചെയ്യേണ്ട എന്നുള്ളതായ നിർദ്ദേശങ്ങളൊക്കെ അതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ പാറയിൽ അടിസ്ഥാനമിടണമെങ്കിൽ സാധാരണ രീതിയിൽ പറ്റുകയില്ല, കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് പിന്നീടാണ് അത് എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പലരും ജീവിതം ആരംഭിക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ദൂരെ പോകുന്നവർ പലരുമുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിന് മുൻപിൽ നിർത്തേണ്ടതായ സാഹചര്യത്തിൽ ലോകത്തിന്റെ സാഹചര്യങ്ങളോ വിദ്യാഭ്യാസം കൊണ്ടോ അറിവ് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒരുപക്ഷെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ പലരും മുൻപോട്ട് പോകുന്നവരുണ്ട്. ഒരിക്കലും അരുത്. ദൈവത്തിന് സ്തോത്രം. എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ഏത് പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബജീവിതം എന്ന് പറയുന്നത് പലതരത്തിലുള്ളതായ ഉയർച്ചകൾ, താഴ്ചകൾ, പ്രശ്നങ്ങൾ, കഷ്ടത, ഞെരുക്കം, ബുദ്ധിമുട്ട് ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഉണ്ടാകുമ്പോൾ പരിഹാരം ക്രിസ്തുവിൽ കൂടെയാണെങ്കിൽ അത് വളരെ ലഘുവായിരിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു വിവാഹ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു. യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ട്, ശിഷ്യന്മാർ അവിടെയുണ്ട്, എല്ലാം നല്ലതായിട്ട് മുൻപോട്ട് പോകുന്നതെങ്കിലും പ്രശ്നം വന്നപ്പോൾ പരിഹരിക്കുവാൻ ആരുമില്ല. നമുക്ക് ചുറ്റും ഒരുപാട് പേര് കാണും. ദൈവത്തിന് സ്തോത്രം. മാതാവോ പിതാവോ സഹോദരങ്ങളോ സഭാ ശുശ്രൂഷകരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ പ്രശ്നം പരിഹരിക്കുവാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ, ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെ കൈവിട്ട് കളയും, എല്ലാവരൊക്കെ കൈമലർത്തി കളയും. നല്ല ഒരു കാറ്ററിംഗുകാരനെ കണ്ടിട്ട് അത് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചതാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാവുന്നവരായിരിക്കും. കാരണം അത്രയും നല്ലൊരു യോഗ ശുശ്രൂഷയാകുമ്പോൾ കർത്താവായ യേശുവിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നല്ലൊരു വ്യക്തിയായിരിക്കാം അതിനെ ചുമതലപ്പെടുത്തിയത്. എന്നാൽ പരാജയപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചുമതലപ്പെടുത്തുന്നവരും നമ്മൾ ചിന്തിക്കുന്നവരൊക്കെ പരാജയപ്പെട്ടു പോകും. ഞാൻ ഇവിടുത്തെ കാറ്ററിംഗിന്റെ കാര്യമല്ല പറയുന്നത്, അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തില് ആ സത്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവരൊക്കെ കൈമലർത്തിയപ്പോൾ അമ്മ മരിയത്തോട് ചെന്ന് പറഞ്ഞു, സാധ്യമല്ല, ലോകത്തിൽ ആർക്കും പ്രശ്നം പരിഹരിക്കുവാനായിട്ട് സാധ്യമല്ല. ഒരുവൻ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയൂ. അവരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ മുൻപിൽ നിർത്തുക എന്നുള്ളത് ദൈവമക്കൾ മറന്നു പോകരുത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർച്ച ഉണ്ടാകാം, നന്മയുണ്ടാകാം, ദൈവം നിങ്ങളെ ഉയർത്താം എന്ന് പറഞ്ഞിട്ട് വ്യവസ്ഥയും പ്രമാണങ്ങളും ദൈവത്തിന്റെ വചനം വിട്ടിട്ടുള്ളതായ ഒരു ജീവിതത്തിന് ഒരിക്കലും ആരും തുനിയരുത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വരനെ സംബന്ധിച്ച് അത്രയും പരിചയമില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം, ഈ കൊച്ചുമമ്പറത്തിനെ ആ കുടുംബത്തെ നന്നായിട്ട് അറിയാം. ചെറിയ പ്രായം തൊട്ട് ആത്മീകമായിട്ട് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ദൈവകൃപയിൽ വളർന്നു വരുന്നതായ കുഞ്ഞുങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ജീവിതത്തിൽ ആത്മീകമായിട്ടുള്ളതായ കാഴ്ചപ്പാടോടുകൂടെ ദൈവത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും മറ്റാർക്കും എത്തിപ്പെടാത്തതായ ചില സ്ഥലങ്ങളുണ്ട് ജീവിതത്തിൽ. മറ്റാർക്കും എത്തിപ്പെടുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. കുടുംബജീവിതം ചെയ്യുന്നവർക്ക് അറിയാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്ന് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വിദ്യാഭ്യാസം കൂടിയ പ്രശ്നം, കുറഞ്ഞ പ്രശ്നം, സാമ്പത്തികം കൂടിയ പ്രശ്നം, കുറഞ്ഞ പ്രശ്നം, സൗന്ദര്യം കൂടിയ പ്രശ്നം, കുറഞ്ഞു പോയാൽ പ്രശ്നം. ദൈവത്തിന് സ്തോത്രം. എല്ലാം പ്രശ്നമാണ്. എന്തിന് ഏറെ പറയണം? അല്പം കറിക്ക് ഉപ്പ് കുറഞ്ഞു പോയാൽ അവിടെയും പ്രശ്നമാണ്. ഇതൊക്കെ ഉണ്ടാകും. ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. സൗന്ദര്യം എന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ഓർമ്മ നിലനിൽക്കാൻ പോകുന്നില്ല. ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ സെക്രട്ടറിയിലെ നല്ലൊരു ജോലിക്കാരനായിരുന്ന ഒരു വ്യക്തിയെ കാണാൻ പോയി. അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം, നല്ല ഒരു റാങ്കിലാണ് അദ്ദേഹം അത് റിട്ടയർഡ് ആയത്. ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല.
ദൈവത്തിന് സ്തോത്രം. ഓർമ്മ കുറഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടാത്തതാണ് ദൈവത്തോടുള്ള ബന്ധം. ദൈവം നമ്മോട് കാണിക്കുന്ന ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ദയയുമാണ് നാം ഇത്രത്തോളം ആയിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് സ്തോത്രം. അത് ഈ കുഞ്ഞുങ്ങൾ ഇന്ന് തൊട്ട് ഒരുങ്ങുകയാണ്. ആ പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, ദൈവത്തിന് സ്തോത്രം, ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ കുലുങ്ങിപ്പോകാതെ, തകർന്നു പോകാതെ, തളർന്നു പോകാതെ നിലനിൽക്കുവാൻ ക്രിസ്തുവിനെ, ദൈവത്തെ മുൻപിൽ നിർത്തിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഏതൊരു പ്രശ്നങ്ങൾക്കും ഏതൊരു ആവശ്യങ്ങൾക്കും കർത്താവായ യേശുവിനെ നമ്മുടെ മുൻപിൽ നിർത്തിയാൽ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പരിഹരിക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ അത് തൻ്റെ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും എന്ന് താൻ പറയുക. ജീവിതത്തിൽ വരുന്നതായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ഏത് സാഹചര്യത്തിലും പൂർണ്ണമായി പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് ക്രിസ്തുവിന് സാധിക്കുമെന്ന് പൗലോസിന് അറിയാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ കൂടാതെ ഒരു ജീവിതത്തെ സംബന്ധിച്ച് എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ, അക്കാലത്ത് നാം ക്രിസ്തുവിനെ കൂടാത്തവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും ലോകത്തിൽ ദൈവം ഇല്ലാത്തവരുമായിരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമത്തിന് അന്യരായിരുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ക്രിസ്തുവിനെ കൂടാതെ ഒരു ജീവിതം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് നാം അന്യരാണ്. ദൈവത്തിന് സ്തോത്രം. കുടുംബജീവിതമാണെങ്കിലും ആത്മീയമായ ജീവിതമാണെങ്കിലും ക്രിസ്തുവിനെ വിട്ടിട്ടുള്ളതായ ജീവിതം ചെയ്യുന്നതായ ഏതൊരു ശുശ്രൂഷകർക്കും ഏതൊരു വിശ്വാസിക്കും അവർ വാഗ്ദത്തത്തിന്റെ നിയമത്തിന് അവർ അന്യരായിരിക്കും. വാഗ്ദത്തം മക്കൾക്കുള്ളതാണ്. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ അതിന് നിയമമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവകാശമാക്കണമെങ്കിൽ ക്രിസ്തുവിനെ കൂടാത്തതായ ഒരു ജീവിതം ചെയ്യുമ്പോൾ ഒരിക്കലും വാഗ്ദത്തം പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. എന്താണ് ഈ വാഗ്ദത്തം എന്ന് പറഞ്ഞിരിക്കുന്നത്? വാഗ്ദത്തം, പല വാഗ്ദത്തങ്ങളെ സംബന്ധിച്ച് ബൈബിളിൽ നമുക്ക് പഠിക്കാം. ദൈവത്തിന് സ്തോത്രം. അത് അനുഗ്രഹത്തിന്റെ വാഗ്ദത്തമുണ്ട്, രോഗസൗഖ്യത്തിന്റെ വാഗ്ദത്തമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിനും ഉപരിയായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതായ ഒരു വാഗ്ദത്തം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പിതാവിന്റെ വീട്ടിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഈ വാഗ്ദത്തമാണ് ദൈവമക്കളായി നമുക്ക് ഏറ്റവും ആശ്വാസവും സമാധാനവും നൽകുന്നത്. ലോകത്തെ നാം നോക്കിയാൽ ഇവിടെ നമ്മുടെ വിവാഹവും വിവാഹ ശുശ്രൂഷയും അല്ലെങ്കിൽ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ കൺവെൻഷനും കാര്യങ്ങളും കൂട്ടായ്മയും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും ലോകം വളരെ വേഗത്തിൽ മുൻപോട്ട് പോകുകയാണ്. ബൈബിളിലെ പ്രവചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബൈബിളിന്റെ പ്രവചനം അനുസരിച്ച് ലോകം അവസാനത്തെ കാലഘട്ടങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തിരുവചനം ആധാരപൂർവമായി തെളിയിക്കുന്നതായ അനവധിയായ സംഭവങ്ങളുണ്ട്. ഒന്ന്, യേശുവിന്റെ മടങ്ങിവരവിന് മുൻപായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ യുദ്ധങ്ങളെ സംബന്ധിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രവചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. മഹാമാരി ലോകത്തെ സംബന്ധിച്ച് പറഞ്ഞതായി പ്രവചനം നിവൃത്തിയായി. രക്ഷപ്പെട്ടവരാണ് ഇവിടെ നമ്മൾ ആയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അതെ, അവിടെയായി സംഭവിക്കുന്നതായി പ്രകൃതിയിലുണ്ടാകുന്നതായ മാറ്റങ്ങൾ, ഇപ്പോൾ അനുഭവിക്കുന്നതായ കടുത്ത ചൂട്, ദൈവത്തിന് സ്തോത്രം. ഏകദേശം 40-45 ഡിഗ്രിയോളം ചൂടുണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുന്നതായ രീതിയാണ്. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ അത് വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. യേശുവിന്റെ മടങ്ങിവരവിന് മുൻപിൽ ഈ ലോകത്തിന് എന്ത് സംഭവിക്കും, മനുഷ്യർക്ക് എന്ത് സംഭവിക്കും, ഇന്നത്തേതായി കുടുംബങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, തലമുറകൾക്ക്, യവനക്കാരുടെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്നതായ അതിക്രമങ്ങൾ, ദൈവത്തിന് സ്തോത്രം, കൊലപാതകങ്ങൾ, മാരകമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ബൈബിൾ പ്രവചനത്തിന്റെ പിന്നിൽ വ്യക്തമാക്കുകയാണ്. അന്ത്യകാലഘട്ടം എന്ന് സൂചിപ്പിക്കുന്നതായ തിരുവെഴുത്തിനെ വായിച്ച് പഠിക്കുമ്പോൾ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവർ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അവരവരുടെ തലകളെ ഉയർത്തിക്കൊണ്ട് മണവാളനായി ക്രിസ്തു മടങ്ങി വരുമെന്നതായി പ്രത്യാശയോട് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് ദുഃഖമില്ല, നിരാശയില്ല. ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിന് സ്തോത്രം ഇന്ന് തൊട്ട് വിവാഹ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അവരുടെ മുൻപിൽ ഉണ്ടായിരിക്കുന്നത് വിവാഹത്തിന് വേണ്ടിയുള്ളതായ ഒരുക്കമാണ്. ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നത് പോലെ ക്രിസ്തു മടങ്ങി വരുമെന്നതായ പ്രത്യാശയോടുകൂടെ ഒരുങ്ങി നിൽക്കുന്നതായ ഭക്തന്മാരെ ചേർക്കുവാൻ യേശു ക്രിസ്തു മടങ്ങി വരും. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവർ കർത്താവായ യേശുവിന്റെ കൂടെ മധ്യാകാശത്തിലേക്ക് പറന്നുയരും. ഇതാണ് പ്രവചനത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയും വിവാഹവേദിയിലും ഒക്കെ ദൈവവചനം പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആർക്കെങ്കിലും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനുള്ളതായ അവസരം കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക, ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പോരായ്മയും പരിഹരിക്കുവാൻ യേശുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. മക്കളുടെ ജീവിതത്തിലെ സമാധാനമില്ലയോ? കുടുംബത്തിലെ സമാധാനമില്ലയോ? ജീവിതത്തിൽ പല തകർച്ചകളാണോ? പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടും പലരെയും കണ്ടിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലയോ? പരിഹാരം നൽകുവാൻ ഒരുവനുണ്ട്, അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ആ യേശു ക്രിസ്തുവിലൂടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക മാത്രമല്ല, നമുക്കായി ഒരുക്കുന്നതായി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ, ഒരാത്മീകമായ സത്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് നിയുക്ത വരനെയും വധുവിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അത് എഴുന്നേറ്റ് നിന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ, താഴെ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളവർ ആരും എഴുന്നേൽക്കണ്ട, നിങ്ങൾ കസാരയിൽ ഇരിക്കാം. ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇപ്പോൾ അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട്. ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുവാൻ, ജീവിതത്തിലെ സമാധാനമില്ലാത്തവർ, സ്വസ്ഥതയില്ലാത്തവർ, പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നവർ, ഒരിക്കലും പരിഹാരമില്ലാത്തതായി പ്രശ്നങ്ങളുമായിട്ട് ജീവിതത്തിൽ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, മുൻപോട്ട് പോകുവാൻ പല തടസ്സങ്ങളുള്ളവർ, കർത്താവായ യേശുവേ നീ എൻ്റെ രക്ഷിതാവാണ്, അങ്ങ് എൻ്റെ രക്ഷിതാവാണ് എന്ന് അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ ഒരു അവസരം നമ്മുടെ മുൻപിൽ കർത്താവ് തരികയാണ്. സൗജന്യമാണ്. നിങ്ങൾ സഭയ്ക്ക് വരേണ്ട, കൂട്ടായ്മയിൽ വന്ന് അത് ഈ പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ വന്ന് ചേരണമെന്നല്ല. ക്രിസ്തുവിനോട് ചേരുവാൻ താല്പര്യപ്പെടുന്നവർ ഒരു മിനിറ്റ് നിങ്ങളുടെ കണ്ണുകളെ അടച്ച്, കർത്താവ് എൻ്റെ കുടുംബത്തിൽ പ്രശ്നം പരിഹരിക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കുടുംബത്തിലെ സമാധാനം, എൻ്റെ മക്കളുടെ സമാധാനത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദേശത്തിൽ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നാം ഈ കേരളത്തിന് വേണ്ടിയും അത് ഇന്ത്യക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. ഇന്നത്തേതായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയും തകിടം മറിയുന്നതായ ഒരു സാഹചര്യമാണ്. നമ്മൾ പുറമെ ചിരിക്കുന്നവരായിരിക്കാമെങ്കിലും ഉള്ളിൽ ദുഃഖിക്കുന്നവരാണ്, ഉള്ളിൽ വേദനിക്കുന്നവരാണ്. ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതായ ആ ചിന്താഗതിയോട് നാം ആയിരിക്കുന്നവരാണ്. ഒരു മിനിറ്റ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം ഈ സദസ്സിൽ കടന്നു വന്നിരിക്കുന്ന കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട്, അതെ അവരുടെ രക്ഷയ്ക്കായിട്ട്, അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം അവരെ അനുഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് എല്ലാവർക്കും ചേർന്ന് നന്ദിയുള്ള ഹൃദയത്തോട് ഹല്ലേലൂയ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയ
കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷയെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹമായി നടത്തി തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിശ്ചയിച്ച പ്രകാരം വിവാഹ ശുശ്രൂഷ അനന്തപ്പള്ളി പെന്തക്കോസ്ത് മിഷൻ സഭയിൽ വെച്ച് നടത്തുവാനായിട്ടാണ് ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. കർത്താവ് അത് മുദ്രയിട്ട് തക്ക സമയത്ത് വിവാഹ ശുശ്രൂഷ അനുഗ്രഹമായി നടത്തപ്പെടണമെന്നായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഇരു കുടുംബാംഗങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ബന്ധുമിത്രാദികൾക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ സാന്നിധ്യം ഇതുവരെയും നമ്മോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യാം. ആനന്ദപ്പള്ളിയിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരുടെ മടക്ക യാത്രയിൽ ദൈവ സാന്നിധ്യം പ്രിയപ്പെട്ടവരോട് കൂടെ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുവിന്റെ മടങ്ങുവരവിന് വേണ്ടി കർത്താവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാൽ സ്തോത്രം ചെയ്യാം. എല്ലാ മാനവും മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. പുത്രനായി ക്രിസ്തുവിനായി സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങേ വാഴ്ത്തുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആനന്ദപ്പള്ളിയിൽ നിന്നും ചിങ്ങവനത്തിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടി ഇവിടെ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചതിനായി അങ്ങേ വാഴ്ത്തുകയാണ്. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, തുടർന്നുള്ളതായ വിവാഹമെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ആനന്ദപ്പള്ളിയിൽ വന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ചിങ്ങവനത്തിൽ വന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവിക നന്മകളെ കരസ്ഥമാക്കുവാൻ തക്കവണ്ണം കർത്താവെ നില കരകൊണ്ടിരിക്കേണ്ടതിനായി അപേക്ഷിക്കുന്നേ. കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ജസ്റ്റിനായി പ്രാർത്ഥിക്കുന്നു. ജൂലിയക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിവാഹം അനുഗ്രഹമാക്കി തീർക്കണമേ. സ്തോത്രം. ആനന്ദപ്പള്ളിയിൽ വെച്ച് മെയ് 4-ാം തീയതി തിങ്കളാഴ്ച വിവാഹ ശുശ്രൂഷയുണ്ട്. അതിൻ്റെ മുഴുഭാരവും കർത്താവ് ഏറ്റെടുത്ത് അനുഗ്രഹപ്രദമാക്കി തീർക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നേ. കർത്താവെ, അവൻ എൻ്റെ വലഭാഗത്തുള്ളത് കൊണ്ട് ജീവിതം വിജയകരമായി തീരുമെന്നുള്ളതായ ദൈവത്തിൻ്റെ ആലോചനകളെ കർത്താവ് ഇന്ന് പകൽക്കാലം കൂടി വന്ന ഏവർക്കും കർത്താവ് നൽകിയതിനായി ഇതിനെ സ്തുതിക്കുന്നു. അതിനായി ഇതിൻ്റെ ദാസനെ അധികാരപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നേ. കർത്താവെ, ലോക സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഈ കാലത്ത് അധികം ജാഗ്രതയോട് ജീവിപ്പാൻ തക്കവണ്ണം ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ഏവർക്കും മനസ്സാന്തരപ്പെടുവാൻ, ജലസ്നാനം സ്വീകരിപ്പാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഇവിടെ ആയിരിക്കുന്ന എല്ലാ സമൂഹത്തിനും കർത്താവിനെ ആക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മടങ്ങിപ്പോകുന്ന സ്ഥാനത്തെല്ലാം പ്രിയപ്പെട്ടവരെ കൃപയിൽ കാക്കണമേ. കർത്താവേ സ്തോത്രം. തുടർന്നും എൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം കൂടെ ഇരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം അനുഗ്രഹമാക്കിയതിനായി സ്തോത്രം. കർത്താവേ, കർത്താവായ യേശു ക്രിസ്തു വാനത്തിൽ വെളിപ്പെടുന്നു. അതിനുവേണ്ടി ജാഗ്രതയുള്ളവരായി ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം ഏവരെയും സഹായിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയെല്ലാം കേട്ടല്ലോ. അതിനായിട്ട് സ്തോത്രം. ദൈവ സമാധാനം സകല വിശുദ്ധന്മാരോടും പ്രിയ കുഞ്ഞുങ്ങളോടും കർത്താവിന്റെ വരവരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ധന്യമേ
ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ.
മാനസത്തിൻ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥാകൃത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴണമേ. ഓസ്തിയായി ഇന്നു നീ ഉള്ളിലണയും നേരം എന്തു ഞാൻ നന്ദിയായി നൽകിടേണം ദൈവമേ. നിന്നിലൊന്നലിഞ്ഞിടുവാൻ നിന്നിലൊന്നായി തീരുവാൻ കൊതിയെനിക്കുണ്ട്. ആത്മനാഥനേ, ഉരുകിയുരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ഇടറുമെൻ വഴികളിൽ കാവലായി നിൽക്കണേ. അഭയമേകി എന്നെ നീ അരുമയായി കാക്കണേ. സ്നേഹമായണയേണമേ, ഉള്ളിൽ നീ നിറയേണമേ. ഇടയ സ്നേഹമേ, കനിവിൻ ദീപമേ, ഉരുകിയുരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ആത്മനാഥായി നിൻ മാനസത്തിൻ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥാകൃത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴണമേ. സ്തുതികളാലെ നിന്റെ നാമം പാടുമേ. എന്നധരമെന്നും നിന്നെ മാത്രം പുകഴ്ത്തുമേ. സ്തുതികളാലെ നിന്റെ നാമം പാടുമേ. എന്നധരമെന്നും നിന്നെ മാത്രം പുകഴ്ത്തുമേ. യേശുവോളം സ്നേഹമേകില്ലാരുമേ. എൻ ജീവകാലം നന്മയാലെ നിറയ്ക്കുമേ. കൃപകളാലെ എന്നെ ഞാനാക്കി മാറ്റുമേ. എൻ ജീവനെ ആത്മനാലെ നിറയ്ക്കുമേ.
മുഴുവനും നിനക്കാ ഏകിടാ നിന്റേതായി മാറിടാം. യേശുവേ യേശുവേ നീ എൻ്റെ പ്രാണനാഥൻ. നിന്നെ മാത്രം ഞാൻ സ്തുതിച്ചിടുമേ, നിന്നെ മാത്രം ഞാൻ പുകഴ്ത്തിയിടുമേ.